ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കമ്പലം എന്നുള്ള സ്ഥലത്താണ്. കിഴക്കമ്പലത്ത് താമരച്ചാൽ എന്നുള്ള ഒരു പാലവും വലിയൊരു തോടും, അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ 2020യുടെ ഒരു മാർക്കറ്റുണ്ട്. 2020 ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. 2020യുടെ മാർക്കറ്റുണ്ട്. പിന്നെ ഇത് കണ്ടോ നല്ലൊരു തോട് കടന്നു പോകണുണ്ടോ. ഇപ്പറയൊക്കെ പാടശേഖരങ്ങൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണം. പാടശേഖരങ്ങൾ കിടക്കണം കണ്ടോ. നമ്മളിപ്പോൾ എറണാകുളത്തേക്ക്, എറണാകുളത്തെന്ന് വെച്ചാൽ എറണാകുളമാണോ ആ സ്ഥലം? എവിടെയാ സ്ഥലത്തിന്? ചെറായി ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലം കണ്ടു ഞങ്ങൾ നിർത്തിയതാണ്. ആദ്യം 1-2 സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചു, പിന്നെ പോകാൻ സമയം കിട്ടിയില്ല അല്ലേ. ഇതെങ്ങനെയുണ്ട്? പക്ഷേ ഇറങ്ങാൻ പറ്റില്ല ഈ ഭാഗത്ത്. അപ്പുറം സൈഡിൽ ഇറങ്ങാൻ പറ്റും. അപ്പോൾ അന്യ സംസ്ഥാനക്കാരൊക്കെ അവിടെ കുറച്ചൊരു തമ്പടിച്ചുണ്ട്. അവർ എന്താ പറയുക, നാടോടികളാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. 2 സൈഡ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കണ്ടോ. 2 സൈഡും കെട്ടിയിട്ടുണ്ട്. നമുക്കാണ് നീങ്ങിയാലോ? 2 സൈഡും ഇത് കെട്ടിയിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല, അപ്പുറം സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റുള്ളൂ. ചെറിയൊരു പാലം. എന്താ നോക്കണേ? എന്ത് നോക്കിക്കണേനാ? വണ്ടിയുടെ ഉള്ളിൽ ഇല പോയി നോക്കിയിരിക്കണോ? പോവല്ലേ? പോവാന്നാ. ഭംഗിയുള്ള സ്ഥലം കണ്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ വണ്ടി നിർത്തി അല്ലേ, ഇഷ്ടം പോലെ. ആ റൈറ്റ് സൈഡ് നോക്കിയേ, നെറ്റിട്ടെ. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ ഭയങ്കര ഭംഗി അല്ലേ. ഒരു നിസ്സാരമായിട്ട് ഇത്ര നാളും ഈ എറണാകുളം ജില്ലയിൽ കിടന്നിട്ട് ഇത്ര നാളും വരാൻ തോന്നിയില്ല അവർക്ക്. മീൻ പിടിക്കുന്നത്, പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട് അല്ല, പെഡൽ ബോട്ട് അല്ലേ, വള്ളം. ക്ലബ് മഹീന്ദ്ര എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ദ്രിയ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരിക. വണ്ടി പാർക്കിങ് ഭയങ്കര അസൗകര്യം കേട്ടോ. അതായത് അസൗകര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട്, പക്ഷെ എന്നാലും നല്ല തിരക്കാണ്. ആദ്യമൊക്കെ കുറച്ച് പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഫുള്ള് തിരക്കായിരുന്നു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കണ്ടോ. ഈ ഏതായാലും വൈകിയതുകൊണ്ട് ഒരു മെച്ചം കിട്ടി. സൺസെറ്റ് കാണാൻ പറ്റുമോ? അതേ കണ്ടോ. ഇവിടുന്ന് മിക്കവാറും വീട് എടുക്കാൻ വെളിച്ചുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണേ. അതെ, ഞങ്ങൾ ഈ എറണാകുളം ജില്ലയിൽ കിടന്നിട്ട് ഇതേവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ. കക്കയാണോ ശങ്കാണോ? വാ, മണലില് നടക്കാൻ ഇച്ചിരി പാടാ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? നേരത്തെ എത്രയായിരുന്നു? അതെന്നാ പറയാമോ, നേരത്തെ പല ബീച്ചിൽ പോയിട്ട് ഇച്ചിരി എന്താ പറയുക, വലിയ ഇതായിട്ടൊന്നും തോന്നില്ല. അതുകൊണ്ട് ഇച്ചിരി ഏതായാലും ഒരു ബീച്ചിൽ പോവാം അല്ലേ. ഇത് കണ്ടോ, ഇവിടെ വെള്ളം എന്ന് വെച്ചാൽ തീരത്തിൻ്റെ അടുത്ത് തന്നെ വെള്ളം കയറി കിടക്കണേ. ചിലപ്പോൾ ആഴം കാണായിരിക്കും. ഇത് എന്തോരം ആളുകൾ കുഞ്ഞിനെ അല്ലേ. ഇവിടെ വരുന്ന സ്ഥലത്തുണ്ടല്ലോ, വരുന്ന സ്ഥലത്ത് 2 സൈഡിലും, റോഡിൻ്റെ 2 സൈഡിലും വെള്ളം കയറി കിടക്കുന്ന ചീനവലയും പിന്നെ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അത് നല്ല ഭംഗിയാട്ടോ. അവിടെ നിർത്താൻ പറ്റില്ല, കാരണം ഇപ്പം തന്നെ സമയം വൈകിയായിരുന്നു. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇത് കണ്ടോ, നല്ല തണുപ്പ് തുടങ്ങി. 6 മണിയായപ്പോഴേക്കും നല്ല തണുപ്പ് കണ്ടോ. ശരിക്കും അല്ലേ, ശരിക്കും ആ സൺസെറ്റിൻ്റെ ഇതിൽ ആ സമയത്തിന് വരാൻ പറ്റി. വന്നത് വൈകിപ്പോയി അല്ല, എന്നാലും ഈ സമയത്ത് തന്നെ എത്തിയല്ലോ. എന്തോരം ആൾക്കാരാണ് ഈ സാധനം. ക്യാമറ ചാടല. സൺസെറ്റ് നല്ല ഭംഗിയല്ലേ നോക്കി. Música, música, música te trae
ഇത് കണ്ടോ? അല്ലേ, കന്യാകുമാരി പോയില്ലെങ്കിൽ എന്താ അല്ലേ, നല്ല ഭംഗിയില്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഇവിടെ വരെ വെള്ളം കയറി. അങ്ങനെ പറയുമോ? കന്യാകുമാരി പോയില്ലെങ്കിലും നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റിയിട്ട്. അത് മാത്രമല്ല, നല്ലൊരു ഒത്തിരി ആളുകളുണ്ട്. ഇത്രയും ആളുകളൊക്കെ പറ്റുമെങ്കിൽ ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ. നല്ല ഭംഗിയുള്ള ഏരിയ. ഒത്തിരി ആളുകൾ ഉള്ളിലേക്ക് കടലിലേക്ക് ഇറങ്ങി ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ? അവിടെ കണ്ടോ ബോയ കിടക്കണ കണ്ടോ? ചുവന്ന കൊടിയിട്ട്. ആ പോർഷൻ വിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് കയറാൻ പാടില്ലാന്നായിരിക്കും, അല്ലെങ്കിൽ ബോട്ടിന് മനസ്സിലാക്കാനായിരിക്കും. ഇത് അവിടെ കണ്ടോ? ഞങ്ങളുടെ നോക്കി, നല്ല കാറ്റ്, നല്ല തണുപ്പല്ലേ? അതെ. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് കപ്പലിൻ്റെ കുറച്ച് കിടക്കണം അല്ലേ? 2 മേടിച്ചാ? അപ്പോൾ പൈസ ചില്ലറ തരാമല്ലോ. ദാരിദ്ര്യം ഫീല്. വാ അങ്ങോട്ട് ഇരുട്ടായി തുടങ്ങിട്ടോ. ആ ഏരിയയിലേക്ക് ഇരുട്ടായി തുടങ്ങി കണ്ടോ? അവിടെ ഈ സൈഡിലേക്ക് നല്ല വെളിച്ചമുണ്ട്. അത് താഴ്ന്ന് സൂര്യൻ അസ്തമിച്ച് പോണ കണ്ടോ? സൂര്യനെയും ആദ്യം അല്ലേ, ആദ്യം കളറ് ഇച്ചിരി കുറവായിരുന്നു, പിന്നെ കളർ നന്നായിട്ട് അല്ലേ റെഡായിട്ട് ഇത് അസ്തമിക്കണ കണ്ടോ? പേര് ഇതാ എന്താ വിളി? പേര് എഴുതാൻ നോക്കണയാ. നന്നായിട്ട് വെള്ളം കയറണ്ടോ? ഇവിടെ കടല്, എൻ്റെ അമ്മോ. നോക്കിയാ ഇപ്പൊ കൊണ്ടു. അത് പോയി, അതങ്ങനെ തന്നെ പോയി. അതായത് തിരക്കൊക്കെ നല്ല ശക്തി ഇട്ടിട്ട് വരാനായിട്ട്. സൗണ്ട് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല അല്ലേ? അത്യാവശ്യം തണുത്ത കാറ്റിന് നല്ലൊരു ഇതാട്ടോ. അവന്മാർ കിടക്കണ നോക്കി ആ വെള്ളത്തിൻ്റെ ഇത് അങ്ങേറ്റത്തെ. അവിടെ കുറേ പേര് അവിടെ ഉണ്ടല്ലോ തിരയിൽ വരാനായിട്ട് കിടക്കാൻ. ഇതാണോ ഫോട്ടോയിൽ കണ്ടതെന്ന് അറിയാൻ പാടില്ല അല്ലേ? ചെറായി ബീച്ചിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഗൂഗിളിലാണോ എന്തിനാണെന്ന് അറിയാൻ പാടില്ല. ഒരു ഫോട്ടോയിൽ കണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഇരിക്കാനൊക്കെ ഉള്ളൊരിത്. അത് ഇതാണോന്ന് അറിയാൻ പാടില്ല. ഇതിൽ കോവളത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ടൈപ്പാന്ന് തോന്നുന്നു. സൺസെറ്റ് ഇതേ കാലയിൽ നിറച്ച് മണൽ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഊഴി മണൽ. പിന്നെ കടൽ തീർത്ത് നാച്ചുറാലിറ്റി അല്ല അല്ല, നല്ല ഇതുണ്ട്. ചില തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിറച്ച് അഴുക്കൊക്കെ പിടിച്ച് ഒരു ഭംഗിയില്ലാത്തൊരവസ്ഥയായിരിക്കും. ഇപ്പോൾ ഈ സീസണിൽ ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ വന്ന് നല്ല ഭംഗിയുണ്ട്, നല്ല നടക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാൻ പറ്റിയ പ്രത്യേക സ്ഥലം കേട്ടോ. പട്ടം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ചെറിയ ബീച്ചിലുള്ളൊരു വ്യൂ ആണ്. നല്ല ഭംഗിയാട്ടോ. അതേ കണ്ടോ, ആളും ചുവന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ? അത് ഇതാണ് ഗൈസ് അല്ലേ? ഇനിയിപ്പോൾ കന്യാകുമാരി കൊണ്ടുപോകണ്ടല്ലോ.
ഇത് നോക്കി, ഇതെന്താ ഇത് ഒഴുകി വന്നതാ അത്. ഇതുകൊണ്ട് ആക്ച്വലി ആൾക്കാരില്ലേ ആർക്കൊക്കെ ഉണ്ടാക്കും മേശ കസേര ആർക്കുകള് അതെയോ? ഉണ്ടാക്കും. ഈ ഒഴുകി വന്ന തടിയുണ്ട് അല്ലേ? ബീച്ച് ലൈഫ് നൈറ്റ് ബീച്ച് ലൈഫ്. ഇവിടെയും ഇതിൻ്റെ ഫ്രണ്ടിലും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം ഇവിടെ വരാൻ നേരത്ത് പാർക്കിംഗ് കിട്ടിയില്ലായിരുന്നു. നമുക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടായിരുന്നു. അതെ, റോസ് നീല എല്ലാ ചുമപ്പും. ഏതാ നല്ലതെന്ന് വെച്ചാൽ അത് മേടിച്ചോ. ചുമപ്പ് ഇഷ്ടമാണെങ്കിൽ ചുമപ്പ് എടുക്കാം. ചുമപ്പ് നല്ലതാണ്. നീല നല്ലതാണ്. എന്താ അത്? തലേന്റെ മുകളിൽ നോക്കാൻ പറ്റുമോ? വീട് നോക്കി വെക്കണ്ടട്ടാ. തലയുടെ മുകളിൽ വെച്ച് പരീക്ഷിച്ച് നോക്കിയതാ. നോക്കട്ടെ. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ചെറായ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരു ചേച്ചിനെ കണ്ടോ പാർക്കിങ്ങിൽ ഇരിക്കണേ. അപ്പോൾ ആ ചേച്ചിയുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് വെച്ചപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അല്ലേ, കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് എന്നല്ലേ പറഞ്ഞേ? കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ട് ചേച്ചി? ഏതായാലും ഞങ്ങൾ ടോഡി കഴിക്കുന്നില്ല. അതിന്റെ കറികളല്ലേ? ഓ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ലേ? ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ ചെറായ ബീച്ചിന് ഏകദേശം 1 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഫ്രണ്ട്സ്, ഞങ്ങൾ ഓർഡർ ചെയ്ത് ചെമ്മീൻ റോസ്റ്റ് ഓർഡർ ചെയ്തു. കൂന്തൽ ഫ്രൈ, ചെമ്മീൻ റോസ്റ്റ്, കൂന്തൽ ഫ്രൈ, പൊറോട്ട, അപ്പം, അപ്പത്തിൻ്റെ കൂടെ എന്തെങ്കിലും കണ്ടോ? മീൻ ചാറ്. ചോദിക്കാം, പൊറോട്ടയും കോമ്പോ എങ്ങനെയുണ്ട്? മീൻ പച്ചമീൻ മേടിച്ച പോലെ ഉണ്ട്. പൊള്ളിച്ചല്ലേ? ആ, വെറൈറ്റി അല്ലേ? ഇവിടെ വലയിൽ, അതായത് നമ്മൾ സിനിമകളിൽ കാണൂലേ, ഈ കായലോരത്ത് കടൽ തീരത്തൊക്കെ ആട്ടുകുഞ്ഞാൽ വലയും കൊണ്ട് ഉണ്ടാക്കിയ അതിവിടെ ഉണ്ട് കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറി. ആ റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് തന്നെ വണ്ടിക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് സൗജന്യമാണ്. ചിലപ്പോൾ ഇവർ തന്നെ പാർക്കിംഗ് ആണോ എന്ന് അറിയില്ല.